ഹേ അസ്സലാമു അലൈക്കും. റമദാൻ ഡേ 20. റമദാൻ പോകുന്ന മാന്യന്മാര് പോലെ എങ്ങനെ എടുത്തു വലത്തോട്ടൊന്നും നോക്കൂല. എന്തെവിടേക്കാണോ പോകുന്നത് അങ്ങോട്ട് പോകും. തിരിഞ്ഞു നോക്കാനൊന്നും സമയം ഉണ്ടാവില്ല. റമദാൻ അങ്ങനെ ഒരു പോക്കാണ് പോവുക. ഇതപ്പ കഴിയും. ഒന്നാമത്തെ 10 രണ്ടും കഴിയും. മൂന്നാമത്തെ 10 എഴുത്തത്തെ 10 കഴിഞ്ഞു. പെട്ടെന്നാണ് പോവുക. മർറുൽ കിറാം. ജീവിതവും അങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ്. ഇതിനിടയിൽ നമുക്ക് സ്വർഗം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. അള്ളാഹുവിന്റെ മഹലായ ഫضല് കൊണ്ട് മാത്രമേ അത് കിട്ടൂ. കഴിഞ്ഞ റമദാന് എന്റെ വയറിലൊരു ബട്ടർഫ്ലൈ പോലെ അനങ്ങിക്കൊണ്ടിരുന്ന നെഹു ബേബി ഇപ്പൊ എന്നെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്നു. ആ വീഡിയോയിൽ പറഞ്ഞ പോലെ എത്ര വേഗ ദിവസങ്ങൾ പോകുന്നത്. ഈദിന് ഓർഗാനിക് എണ്ണയൊക്കെ നോക്കി നടക്കുന്നവര് ഇവരൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കണേ. ഞാൻ ഇൻസ്റ്റയിൽ ഒരു ആഡ് കണ്ടതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ട്രെൻഡ്യോളിന്ന് കുറച്ച് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇത്രയും ഡ്രസ്സസ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടും എനിക്ക് ഏകദേശം 15 BD ആയിട്ടുള്ളൂ. കുറച്ച് നൈറ്റ് വെയേഴ്സും നുഹാക്ക് കുറച്ച് ഡ്രസ്സും ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഈ റസ്ക്കും ചിക്കനൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഒന്നും റെസിപ്പി ഇല്ലേ? അതെ, ഞാൻ ഇന്ന് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ചിക്കൻ കട്ട്ലേറ്റ് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ഒക്കെ ആണെങ്കിലും ടേസ്റ്റിന്റെ കാര്യത്തിൽ കട്ട്ലേറ്റിനെ വെല്ലാൻ വേറൊരു സ്നാക്സും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് കട്ട്ലേറ്റ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി. ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യാതെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ കുറേ എണ്ണയുടെ അതിപ്രസരമൊന്നും ഇല്ലാത്ത നല്ലൊരു കട്ട്ലേറ്റ് ആയിരുന്നു. കണ്ടില്ലേ? ഇത് ആയിരിക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള പാസ്തയാണ്. ഇത് ചക്കപ്പായസം. രണ്ടും വല്യത്താടെ സ്പെഷ്യൽ ഡിഷായിരുന്നു. ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് അൽബേക്കിലെ നഗറ്റ്സ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു കുഞ്ഞു നോമ്പ് തുറയായിരുന്നു. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.